മാറ്റിലാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മുടെ നന്ദുവിൻ്റെ എൻട്രി തന്നെയാണ്. അനിയുടെ വിവാഹ നിശ്ചയ ചടങ്ങിൽ നന്ദു വന്നെത്തുന്നൊരു കാഴ്ച, അതായത് അനാമിക വേണുവും കൂടി ചേർന്ന് നന്ദുവിനെ വരുത്തുന്നൊരു കാഴ്ച. എങ്ങനെ പോയാലും ഈ വിവാഹം നടക്കരുതെന്ന ചിന്ത നമ്മുടെ അനാമികയ്ക്കും വേണുവിനും ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിശ്ചയത്തിൻ്റെ ആ സമയം തന്നെ അവർ വന്ന് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം അതൊരു വലിയ വഴക്കാകുന്നതും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് നമ്മുടെ വേണുവിനെ മുത്തശ്ശൻ തല്ലുന്നുണ്ട്. ഇതിനിടയിൽ ജലജയാണെങ്കിൽ സമയം പോകുന്ന അച്ഛാ എന്ന് പറയുമ്പോൾ മോതിരം മാറാനായിട്ട് തുടങ്ങുമ്പോൾ വീണ്ടും വേണു അതിൽ കൈയിട്ട് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് കാണാം. സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് വളരെയധികം ഒരു ഉപകാരമായി മാറുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം നിശ്ചയം നടക്കുന്നതിന് മുമ്പ് തന്നെ നന്ദു അവിടേക്ക് എത്തുന്നുണ്ട്. നന്ദു അവിടെ എത്തിയിട്ട് പറയുന്നുണ്ട്, എനിക്ക് അനാമികയുടെ കയ്യിൽ നിന്നും പരാതി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ വിവാഹ നിശ്ചയം നടക്കുകയൊന്നുമില്ല, ഞാൻ അനിയെ അറസ്റ്റ് ചെയ്യുകയാണ് എന്ന് പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും, സാധിക്കും. എന്താ മോളെ, ഈ വിവാഹ നിശ്ചയം നടന്നിട്ട് കൊണ്ടുപോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അത് നടക്കാതിരിക്കാനാണ് ഇവർ പരാതി തന്നിരിക്കുന്നത്. ഇവരുടെ പരാതിയിൽ കഴമ്പുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അനിയെ അറസ്റ്റ് ചെയ്യാതെ വേറെ വഴിയില്ല മുത്തശ്ശ, ഒന്ന് മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ നന്ദുവിൻ്റെ ആ കാര്യത്തെ, തീരുമാനത്തെ അംഗീകരിക്കുന്നത് കാണാം. അങ്ങനെ വിവാഹ നിശ്ചയം നന്ദു മുടക്കുന്നൊരു കാഴ്ചയാണ് പ്രേക്ഷകരെ, കൂട്ടുകാരെ നമുക്ക് കാണാനായിട്ട് കഴിയുക, കാണാനായിട്ട് സാധിക്കുക. ഇതേ സമയം നമ്മുടെ അവന്തിക നന്ദുവിൻ്റെ മുൻപിൽ തലകുനിച്ച് നിൽക്കുന്നൊരു കാഴ്ചയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ.